പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കശ്മീരിലെയും പാകിസ്ഥാനിലെ 13 ഭീകര സംഘടനകളുടെയും കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ. പത്താൻകോട്ടിലെ വ്യോമത്താവളത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെയും സൈന്യം വധിച്ചതായി സൂചന. ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഓപ്പറേറ്റിംഗ് ഏജൻസീസിനുണ്ടാവുന്നത്. കാരണം എത്ര പേര് അവിടെ ഉണ്ട് എന്ന് അറിയാതെ, ഒരു തീരുമാനവും ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ഓരോന്നിനെ കൊല്ലുന്നു, പിന്നെയും വെടിവരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെയും വെടിവെച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര പേരെന്നുള്ള ആദ്യം പറഞ്ഞ ഒരു 6 പേര് എന്നുള്ളൊരു ലെവലിലായിരുന്നു. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതുവരെയും ഇത് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. കാരണം അവിടുത്തെ കോൺഫിഗറേഷൻ, അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്നെല്ലാം പറയുന്ന സമയത്ത് അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ആ ഇൻ്റലിജൻസ് നമുക്കില്ലാത്തത് കൊണ്ട്. രണ്ടാമത്തത്, ഏത് സമയം വരയ്ക്ക് ഈ ആദ്യം ഇനീഷ്യൽ നമ്മുടെ ആളപായം വന്നിട്ടുള്ള കാഷ്വാലിറ്റീസ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതുപോലെ ഈ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ പോകുന്ന സമയത്ത് നടക്കുന്നതും, അതുപോലെ തന്നെ ഈ ഓഫീസേഴ്സ്, നമ്മുടെ ഓപ്പറേഷന് പോകുന്ന ഓഫീസേഴ്സിൻ്റെ അവരുടെ രാജ്യസ്നേഹം, ഈ കാര്യങ്ങൾ ഇതിനകത്തുള്ള ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതും എത്രയും പെട്ടെന്ന് ഇവരെ സബ്ഡ്യൂ ചെയ്യാം എന്നുള്ളതിൻ്റെ മുകളിലും ഇതിനിടയിലേക്കാണ് ഈ കാഷ്വാലിറ്റീസ് ഇനീഷ്യലി നടന്നിരിക്കുന്നത്. പറയാം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. വളരെ വിശാലമായ മാധ്യമ സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു നാടാണ്. ഞാനതിനെ വിമർശിക്കുകയല്ല. അതുകൊണ്ട് ഇതിലെന്ത് പാളിച്ച പറ്റിയെന്നുള്ളത് ഇനിയിപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പാളിച്ചാണെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ മനസ്സുകളാണ്, രാഷ്ട്രത്തിനപ്പുറത്ത് രാഷ്ട്രമാണ് വലുത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ബോംബെയിലെ സംഭവം ഉണ്ടായപ്പം ഒറ്റപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, അന്നത്തെ പ്രതിപക്ഷ കക്ഷിയൊന്നും ഒരിക്കലും അതിനെ മുഴുവൻ ഗവൺമെൻറ് കുറ്റമാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ആ 2-3 ദിവസങ്ങളിൽ എവിടെയും വന്നിട്ടില്ല. നമ്മളിത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് കാരണം ഒരു 2 രാജ്യങ്ങൾ നമ്മൾ യുദ്ധമല്ല, അതിനപ്പുറത്ത്, യുദ്ധത്തിനപ്പുറത്തുള്ളൊരു കാര്യമാണ്. കാരണം ടെററിസ്റ്റുകൾ, ആ ടെററിസ്റ്റുകൾ, തോമസ് സാർ മറുപടി പറയട്ടെ, എന്ത് തെറ്റിൻ്റെ പേരിലാണ് ഇന്ത്യ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യമായത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തുറന്നു പറയാൻ തയ്യാറുണ്ടോ? അൽ-ഖ്വയ്ദയുടെയും ഇതുപോലുള്ള സംഘടനകളുടെ എല്ലാം ഉള്ള നെറ്റ് കിട്ടുമല്ലോ. അവർ പറയുന്നു, ഞങ്ങൾക്കൊരു 52 രാജ്യങ്ങളുടെ അതിരുകൾ ഭേദിച്ച് എല്ലാം ഇല്ലാതാക്കി, ദേശീയത ഇല്ലാതാക്കി ഒരു രാഷ്ട്രമാകണം. അത് അവർ പറയട്ടെ. അതിനുള്ള മാർഗം പല്ലും നഖവും ഉപയോഗിച്ചാണ്, ബുള്ളറ്റ് ഉപയോഗിച്ചാണ്, പ്രസംഗങ്ങളിലൂടെയല്ല, ഉപദേശങ്ങളിലൂടെയല്ല എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്ക, ഇസ്രയേൽ, ഇന്ത്യ ഒക്കെ ഉള്ള ടാർഗറ്റാക്കപ്പെട്ട, ഞാനതിൽ ആ സമുദായങ്ങളിലെ ബഹുഭൂരിപക്ഷം ആളുകളും അതിനൊന്നും അനുകൂലമല്ല. പക്ഷേ ഇതല്ലേ യാഥാർത്ഥ്യം. അവർക്കെല്ലാം 18ഉം 22ഉം വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കേസുണ്ടായിട്ടുണ്ട്. അതും ഇതേ സെക്ടറിലാണ് നടന്നിരിക്കുന്നത്, ഈ ജമ്മു സാംബ ഏരിയയിൽ, പട്ടാൻകോട്ടിനടുത്ത് തന്നെയാണ് അതും. കാരണം ഈ ബോർഡർ ഏരിയാസിൻ്റെ എത്രയും അടുത്ത് കിടക്കുന്ന സ്റ്റേഷൻസിൻ്റെ അടുത്തെല്ലാം ചുറ്റിപ്പറ്റിക്കൊണ്ട് ഈ പാകിസ്ഥാനിലെ ISI ചാരന്മാർ എങ്ങനെയെങ്കിലും, ആ സാംബ കേസിലും ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നൊരു ക്യാപ്റ്റനുമായിട്ട് പ്രണയത്തിലായിട്ട്, അത് പാകിസ്ഥാൻകാരിയായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം നുഴഞ്ഞു കയറി ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെയുള്ള കളി കളിക്കാനുള്ള 6 മാസം 8 മാസം സമയം കൊടുത്തതിന് ശേഷമാണ് ഈ സാംബ സ്പൈ കേസ് എക്സ്പോസ് ആയിരിക്കുന്നത്. ആക്രമണം നടത്തുന്നവരെ കുറ്റം പറയാൻ നിൽക്കാതെ, അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ് കുറ്റം പറയാൻ നിൽക്കാതെ, ആ ഗവൺമെൻറ്റുകളും ആ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ സേനയും എപ്പോഴും ഒരു എറ്റേണൽ വിജിലൻസിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുക, നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ജാതിയോ മതത്തെയോ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ പട്ടാളക്കാരെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പട്ടാളക്കാർ അവർ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ഇതുപോലെ ഇൻ്റലിജൻസ് വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇവിടെ അതിന് പൊളിറ്റിക്കൽ വില്ലുണ്ടാകണം. പൊളിറ്റിക്കൽ വില്ല് ഇവിടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഇതിനെ തടയുവാൻ സാധിക്കുകയുള്ളൂ. ഈ സെപ്റ്റംബർ 9/11 ശേഷം അമേരിക്കയിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്, ജോഗ്രഫി, ശ്രീ മേജർ രവി പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫി ഉണ്ട്, നമ്മുടെ ജോഗ്രഫി വ്യത്യാസമാണ്. പക്ഷേ ചൈനയ്ക്ക് അതേ ജോഗ്രഫിയാണുള്ളത്. കാര്യങ്ങൾ പഴയ പോലെ ആയിരിക്കില്ല. പക്ഷേ ചർച്ച ഒരിക്കലും മുടങ്ങാൻ പോകുന്നില്ല, മുടക്കരുത്. ഒരുപക്ഷെ തീയതി നീട്ടി വെച്ചേക്കാം. കാരണം ചർച്ചയിലൂടെ മാത്രമേ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. 2 രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ തമ്മിൽ ചർച്ചകൾ നടത്തണം. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, പാകിസ്ഥാനിന് അവിടെ 2-3 ഘടകങ്ങളുണ്ട്. സിവിൽ ഗവൺമെൻറ്റുണ്ട്, പട്ടാളമുണ്ട്, ISI ഉണ്ട്, മതമൗലികവാദികളുണ്ട്. ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ, സമ്മിറ്റ് ലെവലിലുള്ള ചർച്ചയ്ക്ക് മാത്രമേ എന്തെങ്കിലും അർത്ഥവത്തം ഉണ്ടായുള്ളൂ. അത് അത്രത്തോളം അത് എളുപ്പമാണോ? കാരണം സൈന്യം എടുക്കുന്ന നിലപാട്, ISI വ്യക്തമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നു. നവാസ് ഷെരീഫോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ തമ്മിലുള്ള കൂടിക്കാഴ്ചയോ ഒന്നും തന്നെ അവിടെ ഒരു വിഷയമാകുന്നില്ല. അവർ വ്യക്തമായ പ്ലാനിങ്ങോട്, സ്ട്രാറ്റജിയോടുകൂടി മുന്നോട്ട് പോകുന്നു. അവിടെ വെല്ലുവിളികൾ ഇനിയും ഉയരില്ലേ?